വളരെ വലിയ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ലൈക്ക്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ 200 ലൈക്കിന് ടാർഗറ്റ്. സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകളാണ്. നമുക്കറിയാം എല്ലാ ക്ലബ്ബുകളും ഇങ്ങനെ താങ്ക് യു പോസ്റ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതാ നമ്മുടെ ഒഡീഷ എഫ്സിയും താങ്ക് യു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അവർ പ്രധാനപ്പെട്ട 2 താരങ്ങൾ മൊർത്താഡ ഫാൾ അതുപോലെ തന്നെ അഹമ്മദ് ജാഹു, 2 പേർക്കും താങ്ക് യു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഒഡീഷ എഫ് സി. സോ അഹമ്മദ് ജാഹു ഒരു കോച്ചിങ് റോളിലേക്ക് പോയി. ഇനി മൊർത്താഡ ഫാൾ എവിടേക്ക് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം. സോ എന്തായാലും ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സോട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ്. അതും ഒരു താങ്ക് യു പോസ്റ്റാണ്. ക്വാമി വെപ്ര, ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ്. കൂടെ കമൽജിത്തും ഉണ്ട്. സോ എന്തായാലും അതും വളരെ നിരാശ നൽകുന്നൊരു അപ്ഡേറ്റ് ആണ് എന്ന് തന്നെ പറയാം. കമൽജിത്തിനെ എന്തിനാണ് വിട്ടതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അത്യാവശ്യം ഒരു ക്വാളിറ്റി ഗോൾ കീപ്പറായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബട്ട് അറിയില്ല എന്തുകൊണ്ടാണ് കമൽജിത്ത് പോയതെന്ന്. സോ വെറുതെ ആളുകളെ കാണിക്കാൻ മാത്രം കൊണ്ടുവന്നൊരു ഗോൾ കീപ്പറാണെന്ന് തോന്നുന്നു കമൽജിത്ത് ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. സോ കാമി പെപ്ര വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഡിഫൻസീവ് ഒരു സെൻട്രൽ ഫോർവേഡ് പ്ലെയറാണ്. ബട്ട് ഡിഫൻസീവിൽ അത്യാവശ്യം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളൊരു താരം കൂടിയാണ്. അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിത പ്രത്യേകിച്ചൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഇഷാൻ പണ്ഡിതെ പോലൊരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തല്ലോ. ഒരു ടോപ്പ് പ്ലെയർ ആയിരുന്നു സൈൻ ചെയ്ത സമയത്ത്. കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത സമയത്ത് ഇഷാൻ പണ്ഡിത എന്ന് പറയുന്നത് പല ക്ലബ്ബുകൾക്കും വളരെയധികം ആഗ്രഹിച്ചൊരു പ്ലെയറാണ്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അടുത്തിൽ